ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആണേ. ആദ്യം നമുക്ക് മീൻ റെഡിയാക്കി എടുക്കാം. ഇവിടെ 2-3 പേര് ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. മീൻ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഇനി ചതച്ചെടുത്ത ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും പൊടികളിടാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് പൊടി, അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി കൂടി ചേർക്കാം. നെത്തോലി വറുക്കുന്നതിൽ കോൺഫ്ലവറിൻ്റെ പൊടി കൂടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 നുള്ള് അരി ഇട്ട് കൊടുക്കാം. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മീനിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇനി തോരൻ വയ്ക്കാൻ ബീട്രൂട്ടാണുള്ളത്. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒരു ഉള്ളിയും 2 പച്ചമുളകും ബീട്രൂട്ടും കൂടെ നമുക്ക് ചോപ്പറിലേക്കിട്ട് അരിഞ്ഞെടുക്കാം. അതെല്ലാം കൂടി പാനിലേക്കിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ച് വേവിക്കാം. അതിനിടയ്ക്ക് നമ്മുടെ മീനെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം കോരി മാറ്റി സാമ്പാർ കൂടി തയ്യാറാക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കുക്കറിലേക്കിട്ട് അതിലേക്ക് പരിപ്പും ഉപ്പും കായവും ഇട്ട് വേവിക്കാം. നമ്മുടെ ബീട്രൂട്ടെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. കുറച്ച് പുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് സിങ്കിലേക്ക് പറക്കിയിട്ട് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഡപ്പയിലാക്കി വയ്ക്കാം. ഇവിടെ എനിക്ക് തേങ്ങ തിരുവെല്ലാം ലിക്കാണ്. 2-3 തേങ്ങ ഒന്നിച്ച് തിരികെ റെഡിയാക്കി തരും. ഇനി നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി പിറക്കി ഒതുക്കി വയ്ക്കാം. പുറത്ത് പോയിട്ട് ഇക്ക വന്നതാണ്. വെളിച്ചെണ്ണയും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെളിച്ചെണ്ണയുടെ വിലയെപ്പറ്റി പറയുക. ഇപ്പോൾ തേങ്ങയും വെളിച്ചെണ്ണയും എന്തോ വിലയാണ്. എത്ര വിലയാലും നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും കുക്കറിലൊരു വിസിൽ വന്നിട്ടുണ്ടേ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കടുക് വറുക്കാനുള്ളത് കൂടി റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഈ പച്ചക്കറി വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡി. ഇനി നമുക്ക് ഗ്യാസിൻ്റെ പുറവും സ്ലാവിൻ്റെ പുറമെല്ലാം ഒന്ന് ക്ലീനാക്കി ഇടാം. ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഇവിടെ ഒന്ന് തൂത്ത് റെഡിയാക്കിയിട്ട് വരട്ടെ. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരിതകർമ്മസേന എത്തി. ഞാൻ പോയി പ്ലാസ്റ്റിക്കെല്ലാം എടുത്ത് കൊടുത്തിട്ട് വന്നപ്പോഴേക്കും വാപ്പായും മോളും കൂടെ ചോറെല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.